അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാറിൻ്റെ ഒരു യുക്തിവാദം, വളരെ മണ്ടത്തരം പ്രകടിപ്പിക്കുന്ന ഒരു യുക്തിവാദമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ, പ്രപഞ്ചത്തിന് ഒന്നിലധികം സൃഷ്ടാക്കൾ അല്ലെങ്കിൽ ഇലാഹുകൾ ഉണ്ടായാലുള്ള കുഴപ്പം എന്താണ് എന്നാണ് മൂപ്പരെ ചോദ്യം. ഒരു ഇലാഹ്, ഒരു സൃഷ്ടാവ് മാത്രമല്ല, ഒന്നിലധികം സൃഷ്ടാക്കൾ ഉണ്ടായത് കൊണ്ട് ഒരു കുഴപ്പമില്ല. മാത്രമല്ല, കാര്യങ്ങൾ ചെയ്യാമെന്നല്ല ഒന്നിലധികം ആളുകൾ ഉണ്ടാവലാണ് എന്ന നിലക്കാണ് മൂപ്പരുടെ യുക്തിവാദം പോണത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ എടുത്തിട്ട് മൂപ്പര് അതിനെ വിശകലനം ചെയ്ത് ആ ആയത്തുകളെ തള്ളിക്കളിയുണ്ട്. അപ്പോൾ യുക്തിവാദികൾക്ക് മാത്രമേ ഈ ജാതി പൊട്ടത്തരം പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഖുർആൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഖുർആനിലൊരു ചോദ്യമുണ്ട്, ഹൽമിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി, അള്ളാഹുവിന് പുറമെ മറ്റു വല്ല സൃഷ്ടാവുമുണ്ടോ? ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു പോരുന്നത് അള്ളാഹുവാണ്. മനുഷ്യന് പ്രയോജനപ്രദമായ സംഗതികളൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം മുശ്രിക്കുകൾ ദൈവങ്ങളായി സങ്കല്പിക്കുന്ന ഈ സാങ്കല്പിക ദൈവങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവിനെ പോലെ സൃഷ്ടി നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹിൻ്റെ ചോദ്യം, ഹൽമിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ ചോദ്യം ഉന്നയിക്കുന്നത് ചോദ്യത്തിന് മറുപടി പറയാനല്ല, നിഷേധാത്മകമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായാലുള്ള കുഴപ്പം എന്താണ് എന്നതാണ് പിന്നെ ജബ്ബാറിൻ്റെ ചോദ്യം. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സംഗതി എന്താണ്? ഒരു വീട്ടിൽ കാര്യങ്ങൾ കൈയാളുന്ന ഒരേ രീതിയിലുള്ള 2 ആളുകളുണ്ടെങ്കിൽ ആ വീട്ടിൽ സുഗമമായിട്ട് വല്ലതും നടക്കുമോ? എന്തായിരുന്നാലും ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ 2-ൽ അഭിപ്രായ ഭിന്നത പുലർത്തുകയും ആ അഭിപ്രായത്തിൽ ആരാണോ മികച്ചു നിൽക്കുന്നത് അയാളുടെ അഭിപ്രായം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി മറ്റേ ആൾ താഴ്ന്നു. അപ്പോൾ അവിടെ തുല്യത വരില്ലാന്നുള്ളത് ഉറപ്പാണ്. ഇനി നമ്മളുടെ പൊതുസ്ഥാപനങ്ങൾ എന്ന് വേണ്ട, പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ എടുത്താലും അവിടെയൊക്കെ നമ്മൾ അധികാരത്തിൻ്റെ ഉയർന്ന സ്ഥാനത്ത് ഒരാളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതെന്തിനാണ്? അവിടങ്ങളിലൊന്നും 2 ആൾ ഒരേ കാറ്റഗറിയിലുള്ള അധികാരം കൈകാലിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം സ്വതന്ത്രമായിട്ടുള്ള ഭംഗിയായിട്ട് മുന്നോട്ട് പോകില്ല, ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരാളെ നിശ്ചയിക്കുന്നത്. പിന്നെ അയാളുടെ കീഴിലാണ് ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ നിശ്ചയിക്കാറുള്ളത്. ഇത് മനുഷ്യജീവിതത്തിൽ, അതുപോലെ നമ്മളെ പാർലമെൻറ്റ്, അസംബ്ലികൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാത്രമേ ഒരു ഉയർന്ന ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു അവസാന വാക്കിനൊരാളുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ സംഗതികളിലൊന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്കും മേലെ തട്ടിലുള്ള ആൾക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവരിൽ ഒരാൾ മറ്റേ ആളുടെ സ്ഥാനത്ത് പിന്നെയും വരാൻ സാധ്യത ഉണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ദൈവം എല്ലാ നിലക്കും ശക്തിമാനാണ്. അവനെ വെല്ലാവുന്ന ശക്തിയുള്ള ഒരാളും ഇല്ല. അവൻ്റെ തീരുമാനങ്ങളൊക്കെ സ്വതന്ത്രമാണ്. മറ്റൊരാളോട് കൂടി ആലോചിച്ച് ചെയ്യേണ്ടുന്ന ഗതികേട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളമല്ല. അതുകൊണ്ട് അവൻ്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, നിശ്ചയിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു.
ഇവിടെ രണ്ട് ദൈവങ്ങൾ ഉണ്ടാകുന്ന നിൽക്കുക. എന്താ സംഭവിക്കുക? രണ്ട് ദൈവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ രണ്ടാളും ഒരേ ശക്തിയിലുള്ളവരാണ്. ഒരേ ശക്തിയുള്ള ആളുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണോ ശക്തൻ, നീയാണോ ശക്തൻ എന്നുള്ള ഈ പരസ്പരമുള്ള സംഘട്ടനം വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഒരാൾ മറ്റേ ആളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കും, അതിനെ നേരിടാൻ മറ്റവനും ശ്രമിക്കും. അപ്പോൾ ഇതിൽ ആരാണോ വിജയിക്കുന്നത് അയാളാണ് ശക്തവാൻ, മറ്റവന് ശക്തി കുറഞ്ഞവനാവും. അപ്പം ദൈവത്തിൻ്റെ അതിശക്തനായിട്ടുള്ള അജയ്യനായിട്ടുള്ള മറ്റൊരു ശക്തിക്കും കീഴടങ്ങാത്ത മറ്റൊരു ശക്തിയാലും ജയിച്ചടക്കാൻ കഴിയാത്ത ശക്തി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതോടുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ദൈവമാകാൻ പറ്റില്ല. ഇനി ഇവർ കൂട്ടായിട്ട് നിർമ്മാണം നടത്തി നിൽക്കുക. എന്നാൽ പോലും കൂട്ടായ നിർമ്മാണത്തിൽ ഒരു ഘട്ടത്തിൽ അവർ തെറ്റിപ്പിടേണ്ടി വരും. കാരണം ഒരാളുടെ സ്വഭാവം മറ്റേയാൾക്ക് പിടിച്ചോണമെന്നില്ല. രണ്ടാൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സ്വഭാവത്തോടും കാഴ്ചപ്പാടോടും കൂടിയുള്ള ആളുകളായിരിക്കും. തൽക്കാലത്തേക്ക് അവർ യോജിച്ചു എന്ന് വന്നാൽ പോലും പലപ്പോഴും ഭിന്നിക്കാനാണ് സാധ്യത. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നായിട്ട് സൃഷ്ടി നടത്തിയിട്ടുള്ള ഈ സൃഷ്ടിയെ ഭാഗം വെച്ച് രണ്ടാളും വേറെ വേറെ കൈകാര്യം ചെയ്യാമെന്നാണ് വരിക. അതോടുകൂടി ഒന്നുകിൽ രണ്ടാളും ശക്തരല്ല എന്ന് വരും, അല്ലെങ്കിൽ രണ്ടാളും അശക്തരാണെന്ന് വരും. രണ്ടിൽ ഒരാൾ ശക്തനാണെന്ന് വരും, മറ്റവൻ അശക്തനാണെന്ന് വരും. അപ്പോൾ ഇതിലൊക്കെ ആരാണോ ശക്തൻ അയാൾ കയ്യൂക്കുള്ളവനാകും, അയാളായിരിക്കും കാര്യങ്ങൾ കൈയാളുക. മറ്റേയാൾ നടത്തിയ സൃഷ്ടിയിൽ പോലും ഇയാൾ കൈവെക്കുകയും മറ്റേയാൾ ആട്ടിപ്പുറത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഹിന്ദു ദൈവങ്ങളാണ്. ഹിന്ദു ദൈവങ്ങളിൽ ദേവന്മാർ തമ്മിലുള്ള മത്സരവും ഒരാൾ മറ്റേയാളെ താഴ്ത്തി കെട്ടുന്നതും മറ്റേയാളെ പുറത്താക്കുന്ന സ്വർഗത്തുനിന്നും മറ്റുമൊക്കെ പുറത്താക്കുന്നതായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾക്ക് ഈ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇത് ഇസ്ലാം എന്നല്ല, ഹിന്ദുമതം പോലും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ സൃഷ്ടി നടത്തുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ദേവന്മാരെന്നോ ദൈവങ്ങളെന്നോ അവർ പറയുന്ന ഈ ദേവന്മാർക്കും ദൈവങ്ങൾക്കും ഒന്നും ഈ സൃഷ്ടിപ്പിൽ ഒരു പങ്കാളിത്തമുള്ളതായിട്ട് അവിടെ ഹിന്ദുമതത്തിലും പറയുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ വേറെ മേഖലകളിൽ ആണ് ദിവ്യത്വം ചമയുന്നത്, അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് അവരെ പൂജകന്മാരായിട്ടുള്ള ആളുകൾ അവരോധിക്കുന്നത്. അപ്പോൾ ലോകത്ത് ദൈവിക കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗവും സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം ദൈവങ്ങളെ സങ്കല്പിക്കുന്നതിന് ഒരു തെളിവും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സങ്കല്പം ആർക്കെങ്കിലും ഉള്ളതായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ലൗകാന ഫീഹിമ അലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താന. ഈ ആകാശഭൂമികളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുകളുണ്ടായിരുന്നുവെങ്കിൽ ലഫസദത്ത, അത് ഇപ്പോൾ തന്നെ നശിച്ച് തകർന്നടിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇവിടെ ഈ ആയത്തിന് അർത്ഥം പറയുന്നിടത്ത് പോലും ആളുകൾ തെറ്റായിട്ട് അല്ലെങ്കിൽ തെറ്റുവരുത്താറുണ്ട്. അവിടെ ആകാശഭൂമികളുമായി ബന്ധപ്പെട്ട് വേറെയും ദൈവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് നശിക്കും എന്ന അർത്ഥത്തിലാണ് അവർ പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം നശിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നശിക്കാം എന്നേ വരുള്ളൂ. അതേസരം ആകാശഭൂമികളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുകളുണ്ടായിരുന്നുവെങ്കിൽ ഇത് നശിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് ഇനി യഥാർത്ഥത്തിൽ അർത്ഥം പറയേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നത് എന്തിനേക്കാണ് തെളിവ് നൽകുന്നത്? ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ, ഒരൊറ്റ നിയന്ത്രകനേ ഉള്ളൂ. അവൻ്റെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് നിലനിൽക്കുന്നു. അതുതന്നെയാണ് സൂറത്ത് മുഅ്മിനൂനിൽ വത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, അവൻ്റെ കൂടെ വേറെ ഇലാഹുകളുമില്ല. ഇതല്ല ദഹബ കുല്ലു ഇലാഹിം ബിമാ ഖലഖ്. അങ്ങനെ വേറൊരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ഇലാഹും അവൻ പഠിച്ചതുമായിട്ട് അവൻ കടന്നു കളയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. കടന്നു കളഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഏകനായിട്ടുള്ള സൃഷ്ടാവേ ഉള്ളൂ. ആ ഏകനായിട്ടുള്ള സൃഷ്ടാവിന് മക്കളില്ല. മക്കളുണ്ടാകുമ്പോഴുള്ള കുഴപ്പം എന്താണ്?
മക്കൾ വാപ്പിയായിട്ട് അധികാരത്തിന് ചിലപ്പം വലംവഴി കൂടും. അപ്പോൾ കുറേ ഭാഗം മക്കൾക്ക് ചിലപ്പം വിട്ടുകൊടുക്കേണ്ടി വരും രജ്ഞിപ്പിലെത്താൻ. അല്ലെങ്കിൽ മക്കളെ പിന്നെ തല്ലി പുറത്താക്കണം, അല്ലെങ്കിൽ മക്കൾ അച്ഛനെ പിന്നെ വാപ്പയെ തല്ലി പുറത്താക്കണം. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് മക്കളില്ല ഉണ്ടാവുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് യോജിക്കാത്തൊരു സംഗതിയാണ്. എന്നതോടൊപ്പം തന്നെ ഈ കലഹം ഉണ്ടാവുക എന്നുള്ളതും ഇങ്ങനെയുള്ള പിന്നെ കൂട്ടുകുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുണ്ടാകാൻ പറ്റില്ല. അതോടൊപ്പമാണ് ഓരോ ഇലാഹും അവൻ സൃഷ്ടിച്ചതുമായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇത് ഓരോരുത്തരും കടന്നു കളഞ്ഞിട്ടില്ല, ഇതെല്ലാം ഒന്നായിട്ട് നിലനിൽക്കുന്നു. പിന്നെ ഈ സംവിധാനത്തിന് യാതൊരു ഭംഗവും വരാതെ അത് മുന്നോട്ട് നീങ്ങുന്നു എന്ന് എന്തിനാണ് തെളിയിക്കണമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹില്ല, അള്ളാഹു മാത്രമാണ് ഏകൻ. ഇതിനെയാണ് ജബ്ബാർ. എന്താ ഇപ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ടായുള്ള കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ യുക്തി വാദം പോയിട്ട് എന്തിലേക്കാണ് എത്തിപ്പെടുന്നത്? ലോകത്ത് നിലനിൽക്കുന്ന ശിർക്ക് പറയുമായിട്ടുള്ള ഈ അന്ധവിശ്വാസം മരക്കിട്ടുറപ്പിക്കാനും അവർക്ക് പിന്നെ ഓശാന പാടാനും അവർക്ക് വേണ്ടി കയ്യടിക്കാനുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ യുക്തിവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ജബ്ബാർ പറയുന്നൊരു കാര്യം, ഏകദൈവ വിശ്വാസം പറയുന്നത് കൊണ്ടാണ് ഇന്ത്യയിലുള്ള പ്രശ്നം, അതില്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതും അതിനേക്കാൾ വലിയൊരു ബ്ലണ്ടറാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പിന്നെ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ ഈ കുഴപ്പമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ സംഘപരിവാർ അവർ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ഒരപരനെ സൃഷ്ടിച്ച്, ശത്രുവിനെ സൃഷ്ടിച്ച് ആ സ്ഥാനത്ത് മുസ്ലിങ്ങളെ, ഒന്നാം സ്ഥാനത്ത് മുസ്ലിങ്ങൾ, രണ്ടാമത്തേത് ക്രിസ്ത്യാനികൾ, മൂന്നാമത്തേത് പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ശത്രുക്കളെ പിന്നെ സൃഷ്ടിക്കുകയും ആ ശത്രുവിനെ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് അധികാരവും മറ്റും സ്വാധീനമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചത് കൊണ്ടൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ ഏകദൈവ വിശ്വാസം ഹിന്ദുക്കളിലെ തന്നെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സിഖ് മതം പോലും രൂപപ്പെട്ടിട്ടുള്ളതെന്നാണ്. സിഖ് മതത്തിൽ ഈ പിന്നെ ഏകദൈവ വിശ്വാസം എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാണ്? അതുപോലെ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഒരു പിന്നെ ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യനെന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഇസ്ലാമിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് ആ തൗഹീദിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര വസ്തുതകളും ബുദ്ധിപരമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ തൽക്കാലം തൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി എന്താപ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ടായാൽ എന്ന് ചോദിച്ചുകൊണ്ട് തനി യുക്തിരഹിതമായിട്ടുള്ള കാഴ്ചപ്പാട്, അന്ധവിശ്വാസങ്ങളെ താങ്ങി നിർത്താൻ പിന്നെ പര്യാപ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ ജബ്ബാർ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെ തെളിയിക്കുന്നുണ്ട് ജബ്ബാറിൻ്റെ ചിന്താപരമായിട്ടുള്ള പാപ്പരത്വം എത്രത്തോളം എന്നുള്ളത്. ഈ ചിന്താപരമായ പാപ്പരത്വമായിട്ടാണ് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾ, നാസ്തികന്മാരൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. യുക്തിബോധം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഔന്നത്യം ഇതൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു തനി പിന്നെ വിഡ്ഢിത്തം മാത്രം വിളിച്ചു പോകുന്ന ഒരു വിഭാഗമായിട്ട് യുക്തിവാദികൾ അധപതിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയുള്ള പിന്നെ അധപതിച്ച ഒരു യുക്തിവാദികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിന്താഗതികളെ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറ്റൊരു ചിന്താഗതി അവരിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.